ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതം വിജയകരമായിരിക്കും. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഉണരുക. പ്രകൃതി ഉണരും മുമ്പേ, മറ്റു ജീവജാലങ്ങളെല്ലാം ഉണരും മുമ്പേ നമ്മൾ ഉണരുക. ഇത് ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെയും ശീലമാണ്. വിജയികളുടെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെ നേരത്തെ ഉണരുന്ന ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിനും സമയം തികയും. എന്നും ഉണരുന്നതിൻ്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുമ്പേ മാത്രമാണ് നമ്മൾ ഉണരുന്നത്. പക്ഷേ നമുക്ക് അത്ര സമയമല്ല, ഒരുപാട് സമയം അധികം ലഭിച്ചതുപോലെ അനുഭവിച്ചറിയാൻ പറ്റും. രാവിലെ കുട്ടികളെ സ്കൂളിൽ അയക്കാനും അവർക്ക് ഭക്ഷണം ഒരുക്കാനും ഭർത്താവിനെ പറഞ്ഞു വിടാനും പിന്നെ ജോലിക്കാരിയാണെങ്കിൽ നമുക്ക് നേരത്തിന് ഓടിപ്പാഞ്ഞ് വിയർക്കാതെ സൗകര്യം പോലെ ഓഫീസിലോ ജോലി സ്ഥലത്തോ എത്താനും ഒന്നിനും സമയമില്ല എന്ന നമ്മുടെ പരാതിയും തീരും. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ആ ദിവസം നല്ല ഉന്മേഷവാനായിരിക്കും അല്ലെങ്കിൽ ഉന്മേഷവതിയായിരിക്കും. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രകൃതി നിശ്ചയിച്ച ഒരു തീരുമാനമാണത്. 2. പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് നന്ദി പറയണം. ദൈവത്തോടായാലും പ്രകൃതിയോടായാലും ഈ ദിവസം ഒന്നും സംഭവിക്കാതെ ഉണർന്നല്ലോ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, ദൈവമേ നന്ദി. ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും ദൈവത്തിന് നന്ദി പറയുക. ഈ പ്രഭാതം എന്നത്തെയും പോലെ പ്രത്യേകിച്ചൊരു പ്രയാസവും സംഭവിക്കാതെ ഉണരാൻ കഴിഞ്ഞു, അതിന് നന്ദി പറയുക. അത് നമസ്കാരത്തിലോ പൂജയിലോ പൂജാമുറിയിലോ എവിടെയായാലും പ്രശ്നമില്ല. ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. തന്നിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. നമ്മുടെ ജനനം, നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ ജനിച്ചതിന് നന്ദി പറയുക. നമ്മുടെ എല്ലാ അവയവങ്ങളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നതിൽ നമുക്ക് നന്ദി പറയുക. നമുക്ക് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു, മണക്കാനും രുചിക്കാനും അറിയാനും എന്ന് വേണ്ട എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് നടക്കാൻ കഴിയുന്നു അല്ലേ? കയ്യും കാലുമില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. സംസാരിക്കാൻ പറ്റാത്തവർ, കാഴ്ചയില്ലാത്തവർ എന്ന് നമ്മൾ ഓർത്താൽ നമുക്ക് ദൈവം തന്ന വരദാനങ്ങൾ, സൗഭാഗ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എല്ലാറ്റിനും നന്ദി പറയുക. ഇത് പതിവായി ചെയ്യുക. മനസ്സിനും ശരീരത്തിനും നല്ല ഒരവസ്ഥ ഫീൽ ചെയ്യും. 3. പരാതി പറയാതിരിക്കുക. നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മറ്റൊരാളെ പഴി ചാരാതിരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, അവൻ കാരണമാണ്, അവൾ കാരണമാണ്. കടം വന്നതിന്, അസുഖം വന്നതിന്, അപകടമുണ്ടായതിന്, പരീക്ഷയിൽ തോറ്റതിന്, എവിടെ പരാജയം സംഭവിച്ചാലും അതൊക്കെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം, അത് പാടില്ല. എന്തു വന്നാലും അത് സ്വന്തം പരാജയമായി കാണുക. അതിൻ്റെ കാരണക്കാരൻ താൻ തന്നെയാണെന്ന് സ്വന്തം ഏറ്റെടുക്കുക. 4. മറ്റുള്ളവരെ സഹായിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. പലരും തിരിച്ച് പലതും പ്രതീക്ഷിച്ചാണ് ഒരാൾക്ക് സഹായം ചെയ്യുക. അങ്ങനെ പാടില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക. അത് ഒരു ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമ്മുടെ മനസ്സിനെ ബൂസ്റ്റർ ചെയ്യാൻ അത് ഉപകരിക്കും. നമ്മുടെ മനസ്സ് ഒരു പോസിറ്റീവ് ലെവലിലേക്ക് മാറും. സ്ഥിരമായി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്നു, പ്രായമായ ഒരാൾ അല്ലെങ്കിൽ ഒരു രോഗി, അതുമല്ലെങ്കിൽ ഒരു ഗർഭിണി, ഇങ്ങനെ ആരെങ്കിലും സീറ്റില്ലാതെ നിന്ന് യാത്ര ചെയ്യുന്നു, എഴുന്നേറ്റ് കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായാലും അത് നമ്മളുടെ മനസ്സ് നിറയ്ക്കും. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങി നൽകുക. അപകടം പറ്റിയ ഒരാളെ സഹായിക്കുക. ഇങ്ങനെ പണച്ചിലവുകളില്ലാത്ത ചെറിയ ചെറിയ സഹായങ്ങളിലായാലും ദിവസേന ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകും. മൈൻഡ് പവർഫുൾ ആവും. അത് ശീലമാക്കുക. 5. ചില ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്ത് കാര്യം പറഞ്ഞാലും അവർ തർക്കിക്കും. നീ പറഞ്ഞതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് വാശി പിടിക്കും. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കഴിയാത്ത ആളുകളോട് തർക്കിക്കാതിരിക്കുക. സത്യം പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പ്രയാസപ്പെടാതെ മൗനമായിരിക്കുക. അവർക്ക് പറയാനുള്ളതെല്ലാം മൗനമായി കേട്ടുകൊടുക്കുക. സത്യം പറഞ്ഞിട്ട് അവർക്ക് ബോധ്യപ്പെടും. തീർച്ച, സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല, സത്യം പിന്നീട് അവർക്ക് ബോധ്യപ്പെടും. 6. ചില ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് വശം ചികഞ്ഞെടുത്ത് സംസാരിക്കും. അത് നമ്മുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങളുണ്ടാക്കും. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ പെട്ടാൽ അന്നത്തെ ദിവസം അവരായിട്ട് നശിപ്പിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും രക്ഷപ്പെടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
അത്യാവശ്യ കാര്യങ്ങൾ മാത്രം അവരോട് സംസാരിക്കുക. കഴിയുന്നതും അവരിൽ നിന്നും സൗകര്യപൂർവ്വം അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ അകന്നു നിൽക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്ന മനസ്സിലേക്ക് എടുക്കാതെ, നെഗറ്റീവുകളൊന്നും എടുക്കാതെ അതിലെ കേട്ട് ഇതിലെ വിടുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതിലെ കേട്ട് ഇതിലെ വിടുക എന്ന്. അതേപോലെ ഒന്നും മൈൻഡ് ചെയ്യാതെ, ഒന്നും മനസ്സിലേക്ക് എടുക്കാതെ അതിലെ കേട്ട് ഇതിലെ വിടുക. 7. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക. നാളെ എന്ന് മാറ്റിവെക്കാതിരിക്കുക. നാളെ ചെയ്യാം, കുറച്ചുകൂടി തയ്യാറെടുത്തിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതിരിക്കുക. മാറ്റിവെക്കാൻ 100 കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴാണ് അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് മനസ്സിലുറപ്പിച്ച് ഏറ്റവും അടുത്ത സമയം തന്നെ അത് ചെയ്യുക. അതെന്ത് തന്നെയായാലും നാളെ നീളെ എന്നാവാതിരിക്കുക. ഈ കാര്യങ്ങൾ ഒരു ശീലമാക്കിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും, തീർച്ച. ഇതെല്ലാം വിജയിച്ചവരുടെ മാത്രം ശീലങ്ങളാണ്, അത് ഓർക്കുക.